ഹായ്. മനോജ് ഖന്ന സംവിധാനം ചെയ്ത് 2022 പുറത്തിറങ്ങിയ ഖേദ എന്ന സിനിമയെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. ഈ സിനിമയിൽ സുധീർ കരമന, സുദേവ് നായർ, ആശാ ശരത്ത്, ജോളി ചിറയത്ത്, സരയു മോഹൻ, അതേപോലെ ഉത്തര ശരത്ത് തുടങ്ങിയവരാണ് ഈ സിനിമയിൽ മുഖ്യ കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. ഈ സിനിമ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് ഷോർട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴാണ് ഒന്ന് കണ്ടു നോക്കിയാലോ എന്ന് വിചാരിച്ചത്. കാരണം ഇത് 2022 ഇറങ്ങിയിട്ടുള്ള സിനിമയാണ്. അതിന്റെ ഷോർട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇപ്പോഴാണ് എനിക്ക് തോന്നുന്നു ഓരോന്ന് സെറ്റായി വന്നിട്ടുള്ളത്. അപ്പൊ ഞാൻ ഈ സിനിമ കണ്ടു നോക്കുമ്പോൾ അടിപൊളി ഒരു സിനിമയാണ്. എല്ലാവരും പക്കായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമ. അതൊരു ഫാമിലി സ്റ്റോറി കൂടിയാണ്. അതിൻ്റെതായ രീതിയിൽ നമ്മുടെ ആശാശരത്തൊക്കെ അടിപൊളിയാണ്. ആ ഒരു അമ്മ ക്യാരക്ടറും അതേപോലെ കുറച്ച് മെന്റലി പ്രോബ്ലംസ് ഒക്കെ വരുന്ന സമയത്ത് ഉണ്ടാവുന്ന ആ ഒരു ആക്ടിങ് കാര്യങ്ങളൊക്കെ ആശാശരത്ത് അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതേപോലെ നമ്മുടെ സുധീർ കരമന അവർ നല്ല രസമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ സുദേവന് കൊടുത്തിട്ടുള്ള ആ ഒരു ക്യാരക്ടർ ആണെങ്കിലും രസകരമായിട്ട് തന്നെ ചെയ്തിട്ടുള്ളത്. അതേപോലെ നമ്മുടെ ആശാ ശരത്തിന്റെ മകളായിട്ട് അഭിനയിച്ചിട്ടുള്ള ഉത്തര ശരത്ത്, ആ കൊച്ചിന് കുറച്ച് റോളുള്ള എന്നാലും ആ കൊച്ചിന് നല്ല രസകരമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമയാണ്. എനിക്ക് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. കാരണം ഒരു 1.5 മണിക്കൂറിന്റെ അടുത്താണ് ഈ സിനിമ ഉള്ളൂ. ഭയങ്കര നീട്ടി കൊണ്ടുപോകുന്ന പോലത്തെ കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നുമില്ല. അത് നമുക്ക് കണ്ടാൽ മനസ്സിലാവുന്ന അല്ലെങ്കിൽ ഒരു ഒരു മെസ്സേജ് ഒക്കെ കിട്ടുന്ന ഒരു നോർമലി ഒരു സിനിമ കൂടിയാണ് കേട്ടോ ഈ ഖേദ എന്ന് പറയുന്ന ഈ ഒരു സിനിമ. അതായത് ഒരു ഫാമിലി, അതായത് അച്ഛൻ, അമ്മ, മകൾ. അപ്പൊ ഈ മകളുടെ ഒരു പ്രണയം കണ്ടുപിടിക്കുന്നു. ആ ഒരു പ്രണയത്തിന്റെ അമ്മക്ക് ദേഷ്യം വരുമ്പോൾ അത് ഇല്ലാതാക്കുന്നുണ്ട്. ആ ഇല്ലാതായ ആ ഒരു പ്രണയവുമായിട്ട് അമ്മക്ക് ഒരു പ്രണയം ഉണ്ടാവുന്നുണ്ട്. അത് മകൾ അറിയുന്നുണ്ട്. അപ്പോൾ ഈ മകളെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു ആശാശരത്തിൽ. അങ്ങനെ മകൾ മരണപ്പെടുന്നു. പക്ഷെ ഈ മരണപ്പെട്ടതിന് ശേഷമാണ് മനസ്സിലാവുന്നത് ഈ ഈ മകളുമായിട്ടുണ്ടായിരുന്ന പ്രണയം, ആ ഒരു കാമുകൻ, അതായത് ഇപ്പോൾ അമ്മയെ പ്രണയിക്കുന്ന ആ ഒരു ക്യാരക്ടർ ഈ മകളെയും പ്രണയിച്ചിട്ടുണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ അതൊരു സെക്സ് റാക്കറ്റിന്റെ ഒരു കണ്ണിയായിരുന്നു നമ്മുടെ സുദേവ നായരുടെ ഒരു ക്യാരക്ടർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്നും എന്താ പറയാ, മനസ്സ് തകർന്നു പോകുന്ന ഒരു ക്യാരക്ടറും കാര്യങ്ങളൊക്കെ രസകരമായിട്ട് തന്നെയാണ് നമ്മുടെ ആശാ ശരത്ത് അഭിനയിച്ചിട്ടുള്ളത്. പിന്നെ അതുപോലെ അച്ഛൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അച്ഛൻ എലിയെയൊക്കെ ഭയങ്കരമായിട്ട് പേടിയുള്ള ഒരു ക്യാരക്ടറാണ് നമ്മുടെ സുധീർ കരമനയുടേത്. അതും കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ അച്ഛൻ്റെ ആ ഒരു ചെറിയ റോൾസും കാര്യങ്ങളൊക്കെ രസകരമായിട്ട് ചെയ്തിട്ടുള്ള ഒരു ചെറിയൊരു പടമാണ് ഈ ഖേദ എന്ന് പറയുന്ന ഒരു സിനിമ. അപ്പൊ നിങ്ങളൊക്കെ ഈ സിനിമ കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എനിക്ക് കമന്റ് ആയിട്ട് എടുക്കണം. കാണാത്തവരാണെങ്കിൽ ഒരു 1.5 മണിക്കൂർ നിങ്ങൾക്ക് ചിലവാക്കാന്നുണ്ടെങ്കിൽ നല്ല രസകരമായിട്ട് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. ഒരു ഫാമിലി ഒരു മൂവിയാണ്. അപ്പൊ എന്തായാലും നിങ്ങൾ ഈ സിനിമ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എനിക്ക് കമന്റ് ആയിട്ട് അറിയിക്കുക. കണ്ടവരുണ്ടെങ്കിൽ വേഗം തന്നെ കമന്റ് അറിയിച്ചോളൂ. അപ്പൊ നമുക്ക് അടുത്ത സിനിമയുടെ വിശേഷമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.